ഹലോ ഫ്രണ്ട്സ്, എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ കാണുന്ന കുഞ്ഞ് എന്തിൻ്റെതാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇത് ഇന്ന് റോഡിൽ നിന്ന് കാക്ക കൊത്തിപ്പറിക്കുന്നത് കണ്ടിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. ഞാൻ കരുതി കോഴിക്കുഞ്ഞാണെന്ന്. അപ്പോൾ ഇത് തീറ്റയൊന്നും എടുക്കുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ കോഴിക്കുഞ്ഞാണെന്ന് കരുതി എൻ്റെ അടുക്ക വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളും എൻ്റെ തള്ളക്കോഴി ഉണ്ടായിരുന്നു. അപ്പോൾ തള്ളക്കോഴീൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. അപ്പോൾ കോഴി സ്വീകരിക്കുന്നില്ല. ഇതും കൊണ്ട് ആകെ പുലിവാൽ പിടിച്ചിരിക്കുക. ഇപ്പം ഒരു ജീവനല്ലേ എന്ന് കരുതിയാണ് എടുത്തു കൊണ്ടുവന്നത്. ഇതിപ്പോൾ എന്ത് ഭക്ഷണം ഇതിന് കൊടുക്കുന്നുള്ള ഒരു രൂപവും ഇല്ല. കാരണം ഒന്നും കൊടുത്തിട്ട് തിന്നുന്നില്ല. കോഴിക്ക് കൊടുക്കുന്ന തീറ്റകളൊന്നും ഇത് തിന്നുന്നില്ല. അപ്പോൾ കുറച്ച് വെള്ളം കൊടുക്കാൻ നോക്കിയിട്ട് വെള്ളവും കുടിക്കുന്നില്ല. ഇതെന്തിൻ്റെ കുഞ്ഞാണെന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ, അതുപോലെ അതെന്ത് തീറ്റയാണ് എടുക്കുക എന്നുള്ളതും കൂടെ അറിയിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഒരു ജീവനല്ലേ. അപ്പോൾ അത് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വെള്ളം എന്താ ഇതുപോലെ കൊടുക്കാൻ നോക്കിയിട്ടൊന്നും കുടിക്കണമെന്നില്ല. വായിൽ ഒഴിച്ചു കൊടുത്താൽ തന്നെ കുടിക്കണില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതും കൊണ്ട് സുയിപ്പായി എന്ന് പറയാലോ. അതങ്ങനെയുള്ള അവസ്ഥ. ഇതിപ്പോൾ നമ്മുടെ കൈകളിലൊക്കെ ഇങ്ങനെ എടുത്താൽ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കും. ഇതിപ്പം പണ്ടാരണ്ടോ പറഞ്ഞതുപോലെ തലയിൽ വെച്ചാൽ ചെറിയ ചെറിയ പേരരിക്കും, മണ്ണിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ പരുവത്തിലായി. പുറത്ത് വിട്ടാൽ കാക്ക കൊത്തിക്കൊല്ലും, വീട്ടിൽ വെച്ചാൽ ഭക്ഷണം കഴിക്കാതെ ചാവും. അപ്പോൾ ഞാനിത് കോഴിക്കുഞ്ഞാണെന്ന് കരുതി നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ വിട്ടു നോക്കി. അതേ പ്രായത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ്. പക്ഷേ ഭയങ്കര ശല്യക്കാരൻ. അവനെല്ലാവരെയും ഇതുപോലെ കൊത്തി വലിക്കുകയാണ്. ഭക്ഷണമൊന്നും എടുക്കുന്നില്ല, മറ്റുള്ളവരെ നിൽക്കാനും ഇരിക്കാനും വിടുന്നില്ല. അപ്പോൾ അവരെ കൂട്ടത്തിലിടാൻ പറ്റില്ല എന്ന് കണ്ട്. അപ്പോൾ ഇത് കോഴിക്കുഞ്ഞല്ലാണെന്ന് മനസ്സിലായി. ഇപ്പം എന്താണെന്നുള്ളതിന് ഒരു പിടുത്തവും ഇല്ല. കളയാനും പറ്റില്ല, പോറ്റാനും പറ്റില്ല. ആ ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു.